വെൽക്കം ബാക്ക് ടു ബീനാസ് ക്ലീനിങ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, അതായത് NCERTയുടെ പൂർവിയുടെ ടെസ്റ്റ് ആവും നിങ്ങൾ കേട്ടോ. അതിനകത്തുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് ദ ഡേ ദ റിവർ സ്പോക്ക്, നദി സംസാരിച്ച ആ ദിവസം. കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ ഇംഗ്ലീഷിൽ ഇതൊരു കഥയാണ്. ഈ കഥ ആദ്യമേ കഥ എന്താണെന്ന് പഠിക്കാമെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എളുപ്പം പഠിക്കാൻ പറ്റും. ഞാനപ്പോൾ സ്പീഡിൽ എളുപ്പം ആ കഥ ഒന്ന് പറയാം, ചുരുക്കി ഒന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് ആ കഥ കേൾക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എളുപ്പം പറയാൻ പറ്റും. അതിനകത്തിൽ ഫസ്റ്റ് നമുക്കാണെങ്കിൽ ലെറ്റസ് ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ് എന്ന് പറയുന്ന ഒരു ഇതാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, അതിനകത്തിൽ ചൂസ് യുവർ ഐസ് ആൻഡ് ക്വയറ്റ്ലി ലിസൺ ടു ദ സൗണ്ട് എറൗണ്ട് യു ഫോർ എ മിനിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നമുക്ക് ചുറ്റുമുള്ള സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്ന് ലിസൺ ചെയ്തേ. നമുക്ക് ചുറ്റുമുള്ള സൗണ്ടുകളൊക്കെ ഒരു മിനിറ്റ് ഒന്ന് നോക്കൂ കുഞ്ഞുങ്ങളെ. ആർ ദേ ട്രൈങ് ടു ടെൽ യു സംതിങ്? ഡു യു തിങ്ക് ദ തിങ്സ് എറൗണ്ട് യു ആൾസോ ലിസൺ ടു ഡു ആൾ ഡേ ലോങ്? എന്താ ഈ സൗണ്ടുകൾ നമ്മളോട് എന്തെങ്കിലും പറയുന്നതായിട്ട് ഒന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്തേ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആ സൗണ്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ? നമുക്ക് ചുറ്റുമുള്ള സൗണ്ടുകളെ നമ്മളൊന്ന് കണ്ണടച്ച് നിന്നിട്ട് നോക്കിക്കേ. നമുക്ക് ചുറ്റും എന്തെല്ലാം സൗണ്ടുകളാണ് അല്ലേ? പക്ഷികൾ കരയുന്നു, കാറ്റടിക്കുന്നു, വണ്ടികൾ പോകുന്നു, അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ സംസാരിക്കുന്നു അല്ലേ? എന്തെല്ലാം സൗണ്ടുകളാണ് അല്ലേ? അതൊക്കെ ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ഇമാജിൻ ചെയ്തേ അല്ലേ? ഇനി ഈ സൗണ്ടുകളൊക്കെ നമ്മളോട് എന്തെങ്കിലും പറയുന്നതായിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്തേ അല്ലേ? നമുക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അതെന്താ എന്ന് പറയുമോ? ഷെയർ യുവർ ആൻസർ വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചർ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സും ടീച്ചറുമായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത രണ്ടാമത്, ജാൻവി വാസ് എ ബ്രൈറ്റ് യങ് ഗേൾ ഹു. ഇനി ഈ പാഠത്തിലെ ഒരു കഥാപാത്രമാവും നിങ്ങളെ നമ്മുടെ ജാൻവി എന്ന് പറഞ്ഞത്. ജാൻവിയുടെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോണേ കേട്ടോ. ജാൻവി വാസ് എ ബ്രൈറ്റ് യങ് ഗേൾ ഹു ലിവ്ഡ് വിത്ത് ഹെർ പേരൻസ് ആൻഡ് 3 ബ്രദേഴ്സ് ഇൻ എ കോസ്റ്റൽ വില്ലേജ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഈ കടൽ തീരം ഉണ്ടല്ലോ, കോസ്റ്റൽ വില്ലേജ് എന്ന് വെച്ചാൽ കടൽ തീരത്താവും നിങ്ങളെ. അങ്ങനെയുള്ള സ്ഥലത്തിൽ ഒരു 3 ബ്രദേഴ്സും പേരൻസുമായിട്ടുമാണ് നമ്മുടെ ജാൻവി എവിടെ താമസിക്കുന്നത്. കേട്ടല്ലോ, കഥാപാത്രങ്ങളെ കേട്ടല്ലോ. ജാൻവിയാണ്, ജാൻവിയുടെ അച്ഛനും അമ്മയും 3 ബ്രദേഴ്സുമായിട്ടാണ് ജാൻവി താമസിക്കുന്നത് ഒരു കടൽ തീരത്താണ്. കഥ കേട്ടെ. ഹെർ പേരൻസ് വർക്ക്ഡ് ഓൺ എ ഫാം. ഇനി അവൻ്റെ പേരൻസ് ജോലി ചെയ്യുന്നത് ഫാമിലാണ്. ഏത് ഫാമാന്ന് പറയുന്നില്ല കുഞ്ഞുങ്ങളെ, ഫാമിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വയലിലോ അങ്ങനെ ഉണ്ടെങ്കിലും ആയിരിക്കാം ജോലി ചെയ്യുന്നത്. ഷീ ഹാഡ് എ ഡ്രീം. അവക്കൊരു സ്വപ്നമുണ്ട്. ഷീ ഹാഡ് എ ഡ്രീം. അവക്ക് ഒരു സ്വപ്നമുണ്ട്. വാട്ട് കുഡ് ദാറ്റ് ഡ്രീം ബി? എന്തൊക്കെയായിരിക്കും കുഞ്ഞുങ്ങളെ? എന്തായിരിക്കും ഡ്രീം? നമുക്കറിയാമോ അവൾക്ക് എന്താ ഡ്രീമെന്ന്? ചിലപ്പോൾ അവൾക്ക് പഠിച്ച് വലിയ കൊച്ചാവണമെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ ഇളയ 3 ബ്രദർ ഉണ്ടെന്ന് പറയുന്നു അല്ലേ? ഇനി അച്ഛനും അമ്മയ്ക്കും നല്ല പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് ശമ്പളം മേടിച്ചുകൊണ്ട് കൊടുക്കണോ, പല ആഗ്രഹങ്ങളാണ് അല്ലേ? ഇനി ഹൗ കുഡ് ഷീ മേക്ക് ഹെർ ഡ്രീം കം ട്രൂ? അവളുടെ ഡ്രീം എങ്ങനെ സത്യമാകാൻ പറ്റും? അത് സത്യമാകാൻ പറ്റുമോ? അവളുടെ ഡ്രീം എല്ലാം സത്യമാകാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ ഡ്രീം? നിങ്ങളുടെ ഡ്രീം എന്തൊക്കെയാവും ഞങ്ങളെ? നമുക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? നമുക്ക് പഠിച്ച് ജോലിയൊക്കെ കിട്ടി, നല്ല വീട്, നല്ല കാറ്, അച്ഛനും അമ്മയൊക്കെ നോക്കണം അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഇല്ലേ? ഇല്ലെങ്കിലും ഉണ്ടാവണം കേട്ടോ. നമ്മളൊക്കെ പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് നമ്മളെ നോക്കുന്നത് പോലെ നമ്മുടെ അച്ഛനെയും അമ്മയും നോക്കി അല്ലേ? അങ്ങനെയൊക്കെ ആവുന്നങ്ങളെ. അതൊക്കെ എല്ലാവർക്കും ആ ഡ്രീം ഉണ്ടല്ലേ? വാട്ട് ക്യാൻ യു ഡു മേക്ക് യുവർ ഡ്രീം കംസ് ട്രൂ? ഷെയർ യുവർ. ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ദ ടീച്ചർ. നമ്മുടെ ക്ലാസ്മേറ്റ്സിനോടും ടീച്ചറിനോടും കൂടെ പഠിക്കുന്ന കുട്ടികളോടും ടീച്ചറോടും ഒക്കെ ഡിസ്കസ് ചെയ്യാനാണ് അതിൻ്റെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഒരു കിങ് ഫിഷറിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത്രയും ഓക്കെ ആണോ കഥ? ഓക്കെ. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ആ പെൺകുട്ടിയോട് കടൽ തീരത്ത് വെള്ളം ഒഴുകുന്നതിൻ്റെ സൈഡിലായിട്ട് മാറിയിരിക്കുന്ന ഒരു പിക്ചർ കണ്ടില്ലേ? അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് കഥ വായിക്കാം. എ ബിഗ് ബ്രൈറ്റ് ടിയർ സ്പ്ലാഷ്ഡ് ഡൗൺ ഹെർ നോസ് ആൻഡ് അനദർ. എ കിങ് ഫിഷർ സ്വെപ്റ്റ് ഡൗൺ ഇറ്റ്സ് വിങ്സ് ആൻഡ് ആരോ ഓഫ് ബ്ലൂ ഇൻ ദ സൺലൈറ്റ് ആൻഡ് എ ഗ്രീൻ ലിസാർഡ് സ്ലുതേൺഡ് ഡൗൺ ടു ദ റിവേഴ്സ് എഡ്ജ് ടു ബാസ്ക് ഇൻ ദി സൺ. അതായത് നമ്മുടെ ഈ കഥാപാത്രം, ഈ കുട്ടി കണ്ണുനീർ മൂക്കിലോട്ട് ഇങ്ങനെ കണ്ണുനീരുണ്ടല്ലോ വലിയ തുള്ളികളായിട്ട് ഇങ്ങനെ മൂക്കിൻ്റെ അവിടോട്ട് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങളെ. അതിൻ്റെ അനന്തരം വീണ്ടും ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഈ കുട്ടി അവിടെ ഇരുന്ന് കരയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏ കിങ് ഫിഷർ സ്വെപ്റ്റ് ഡൗൺ എന്ന് വെച്ചാൽ ഒരു കിങ് ഫിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊന്മാനുണ്ടല്ലോ, നീല പൊന്മാന്. ആ പൊന്മാന് പറന്ന് ഈ വെള്ളത്തിൽ വന്ന്, ഈ പൊന്മാൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ വന്ന് മീനെ കൊത്തിയെടുത്തോണ്ട് പോവുകയാണ്
ഓക്കെയാണ് അല്ലേ. അപ്പോൾ അതിങ്ങനെ പറന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ആരോ വിങ്സിൻ ആരോയിൽ സൂര്യപ്രകാശം അടിച്ചപ്പോൾ നല്ല തിളക്കം തോന്നിയെന്നാണ് കേട്ടോ. അതിങ്ങനെ അതിൻ്റെ ആ ചിറകയിലുണ്ടല്ലോ സൂര്യപ്രകാശം അടിച്ചപ്പോഴും നല്ല തിളക്ം തോന്നിയെന്നാവും നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഗ്രീൻ ലിസാർഡ് അത് മാത്രമല്ല അതിൻ്റെ ഇപ്പുറത്ത് അവിടെ കാലിൻ്റെ എവിടോട്ടും ആ പിക്ചർ നോക്കണേ കുഞ്ഞുങ്ങളെ, ഒരു പല്ലി എന്താ സ്ലത്തേൺഡ് ഡൗൺ ടു ദ റിവർ എഡ്ജ്. ഈ സ്ലത്തേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നല്ല അർത്ഥം കൊടുത്തിട്ടുണ്ട്, മൂവ്ഡ് വൈ സ്ലൈഡിങ് ഫ്രം സൈഡ് ടു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ പല്ലിയും മുതല ഇങ്ങനെയൊക്കെ എഴയുന്ന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടല്ലേ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല്ലി എഴയുന്നതൊക്കെ. അതുപോലെ ഇത് എന്താ ഇവിടെ ലിസാർഡ് എന്ത് ചെയ്യുക, ഈ സൂര്യപ്രകാശം അടിക്കുന്ന ആ സ്ഥലത്തോട്ട്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ അവിടോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക, ഒരു ചെറിയ ചൂടൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച് ആ സൂര്യപ്രകാശം അടിക്കുന്ന ആ സ്ഥലത്തോട്ട് വന്ന് നിൽക്കുന്നു. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഈ കൊച്ചി അവിടെ ഇരുന്ന് കരയുക, അതാ സംഭവം. ഡിയർ സെഡ് എ സ്ലീപ്പി മർമറിങ് വോയിസ്. പെട്ടെന്നാണ് എന്താ ഡിയർ ഒരു സ്ലീപ്പി മർമറിങ് വോയിസ് എന്ന് വെച്ചാൽ ഒരുമാതിരി ഉറങ്ങിയ സ്ലീപ്പി എന്ന് വെച്ചാൽ ഉറങ്ങിയ ഒരുമാതിരി മർമറിങ് വോയിസ് എന്ന് വെച്ചാൽ പിറുപിറുക്കുക ഒരു ചെറിയ സ്വരത്തിൽ പറയുന്നു. വാട്ട്സ് ദ മാറ്റർ? എന്താ അതായത് പിന്നെ കിങ്ഫിഷർ പറന്ന് എന്താ അതിൻ്റെ ആ വിങ്സയിൽ ഇങ്ങനെ കളറൊക്കെ എന്തോ സൂര്യപ്രകാശം അടിക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്രീൻ ലിസാർഡ് ഇഴഞ്ഞ് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഉറക്കം തൂങ്ങിയ ഒരു പിറുപിറുക്കുന്ന സൗണ്ടിൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മാറ്റർ? നിനക്ക് എന്ത് പറ്റി? നിനക്ക് എന്താ പറ്റിയത് എന്നൊരു ചോദ്യം. ജാൻവി വാസ് സ്റ്റാർട്ടിൽഡ് എന്ന് വെച്ചാൽ ഇവിടെ സർപ്രൈസ് ആയി കുഞ്ഞുങ്ങളെ. ജാൻവി എന്താ, ബിക്കോസ് ഷീ വാസ് ഷുവർ ഷീ ഹാഡ് ബീൻ ക്വയറ്റ് എലോൺ. ഇറ്റ് കുഡ് നോട്ട് ഹാവ് ബീൻ ദ ലിസാർഡ് ആൻഡ് ദ കിങ്ഫിഷർ വാസ് അപ്പ് ഇൻ ദ തിക്കറ്റ് ഓഫ് ബാംബു ഈറ്റിംഗ് ദ ഫിഷ് ഇറ്റ് ഹാഡ് കോട്ട്. ഇറ്റ് കുഡ് നോട്ട് ബി ദ പാരറ്റ് ബിക്കോസ് പാരറ്റ് shrinked and this was such a sleepy voice. She looked around her. There was not a soul in sight. She was rather scared and wanted ടു റൺ എവേ. ഞാൻ സ്പീഡിൽ വായിക്കുന്ന എന്തിനാണെന്ന് നിങ്ങളെ, കഥ നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ജാൻവി എന്താ പെട്ടെന്ന് ഇത് എവിടുന്ന ഈ സൗണ്ട് കേൾക്കുന്ന ഇങ്ങനെ സർപ്രൈസ് ആയി നിൽക്കുക. കാരണം എന്താ, എനിക്ക് ചുറ്റും ആരുമില്ല. ബിക്കോസ് ഷി വാസ് ഷുവർ എന്താ ഞാൻ എലോൺ തനിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. എന്താ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇപ്പുറത്തെ ഒരു ലിസാർഡ് ഇരിപ്പുണ്ട്. ഒരു കിങ്ഫിഷർ വന്നിട്ട് എന്താ ഒരു മീനെ എടുത്തോണ്ട് പോയിട്ട് ആ ബാമ്പു ഉണ്ടല്ലോ, ബാമ്പു എന്ന് വെച്ചാൽ മുള ഇല്ലേ കുഞ്ഞുങ്ങളെ, മുള ഇല്ലേ, അപ്പോൾ അവിടെ പോയിരുന്ന ഈ മീനെ കൊത്തിപ്പറിച്ച് തിന്നുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പാരറ്റ് അല്ലേ, ഒരു തത്തയുണ്ട്. ഈ തത്ത എന്ന് വെച്ചാൽ സ്ലീപ്പി വോയിസാണ്. തത്ത ഒരിക്കലും നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കാനൊന്നും വഴിയില്ല. തത്ത വന്ന് അങ്ങനെ ചോദിക്കുന്നു നിനക്ക് എന്തോ പറ്റിയെന്ന് ഇല്ല. അപ്പോൾ അങ്ങനെയും പ്രതീക്ഷയില്ല. ഷീ ലുക്ക്ഡ് എറൗണ്ട് ഹെർ. ദർ വാസ് നോട്ട് സോൾ ഇൻസൈഡ്. അവൾ അവിടെ എല്ലാം നോക്കുക, ഇത് ആരെയും കാണുന്നില്ലല്ലോ, ഇത് ആരാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. അവളിങ്ങനെ അവിടെ, കാരണം അവിടെ ഒരാളെ പോലും കാണുന്നില്ല. ഷീ വാസ് റാദർ സ്കെയർഡ്. അവൾ എന്താ പേടിച്ചു കേട്ടോ. ആൻഡ് വാണ്ടഡ് ടു റൺ അവേ. പേടിച്ചിട്ട് അവൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോയാലെന്താന്ന് അവൾ, കാരണം ഒരാളെ കാണുന്നില്ല. പിന്നെ നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആരോ ഉണ്ട്. അവൾ പേടിച്ചു. അവിടെ പല്ലിയുണ്ട് അല്ലെ, ലിസാർഡ് ഉണ്ട്, പിന്നെ പാരറ്റ് ഉണ്ട്, കിങ്ഫിഷർ ഉണ്ട്. പക്ഷെ ഇതൊന്നും എന്നോട് എന്തോ പറ്റിയെന്ന് ചോദിക്കത്തക്ക ഒരു കാര്യമില്ല. അപ്പോൾ അവൾ പേടിച്ചു. യു ഷുഡ് ക്രൈ ടു, നോക്കൂ കുഞ്ഞുങ്ങളെ, യു ഷുഡ് നോട്ട് ക്രൈ, യു നോ ദ വോയിസ് വെൻറ്റ് ഓൺ, ആൻഡ് യു റിയലി ഷുഡ് നോട്ട് ബി സ്കെയർഡ് വെൻ യു ഹാവ് ബീൻ കമ്മിങ് ഹിയർ ടു സീ മീ എവറി ഡേ, വെൽ ആൾമോസ്റ്റ് എവറി ഡേ. എന്ന് വെച്ചാൽ നീ കരയണ്ട, കണ്ണുനീർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നിന്റെ, നീ പേടിക്കണ്ട, നീ എൻ്റെ അടുത്ത് എന്നും വരാറില്ലേ, നീ മിക്ക സമയങ്ങളും അല്ലേ, നിന്നെ കൊണ്ട് സമയം കിട്ടുമ്പോഴും മിക്ക സമയങ്ങളും നീ എൻ്റെ അടുത്ത് വരത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നീ കരയാതിരി, നീ പേടിക്കണ്ട എന്നൊക്കെയും പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇത് എന്താ അവക്ക് എന്താ എടാ ഇത് ആരാ ഇങ്ങനെയൊക്കെ സംസാരിക്കുക, എന്നിട്ടും ആരാ എന്തോന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ. പിന്നോ ഷീ വാസ്, നോക്കൂ നിങ്ങളെ അടുത്തേ, ഷീ വാസ് പസിൽഡ്. ഇറ്റ് വാസ് സച്ച് എ വോയിസ് ലൈക്ക് ദ റിവർ, ഇറ്റ് കുഡ് നോട്ട് ബി ദ റിവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അവൾക്ക് എന്താ പസിൽഡ് എന്ന് വെച്ചാൽ ഇവിടെ കൺഫ്യൂഷനായി. ഇവിടെ ഇത് ആരായി എന്നോട് ഈ ചോദിക്കുന്നത്, ഈ സൗണ്ട് കേട്ടിട്ട് ഇത് റിവറിൻ്റെ സൗണ്ട് പോലെ ഉണ്ട്. ഇനി ഈ റിവർ ആയിരിക്കുമോ എന്നോട് ഈ സംസാരിക്കുന്നത്? ആണോ? വെൽ ടെൽ മീ ഓൾ എബൌട്ട് ഇറ്റ് സെഡ് ദ റിവർ. For it was the river I have got to hurry to reach the sea, you know. എന്ന് വെച്ചാൽ എന്താ, ആ റിവർ തന്നെയാണ് പറഞ്ഞത്. എന്താ
നിന്നെക്കുറിച്ച് നീ പറയൂ, നീ എന്നെക്കുറിച്ച് എന്താ എന്നോട് നിന്നെക്കുറിച്ച് എന്താ, നീ വിഷമം എന്താന്ന് നീ എന്നോട് പറയൂ. ഞാൻ റിവറാണ്, പെട്ടെന്ന് പറയാൻ വല്ലതും ഉണ്ടെങ്കിൽ പറയൂ. എനിക്ക് എന്താണ് പെട്ടെന്ന് സീയിൽ ചെന്ന് എത്തണമെന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ റീച്ച് ദ സീ, ഹറി ടു റീച്ച് ദ സീ. എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, നീ വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ, എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, സീയിൽ ചെല്ലണമെന്ന്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത ദേ വോണ്ട് ലെറ്റ് മീ ഗോ ടു സ്കൂൾ സഡ് ജാൻവി. ജാൻവി അപ്പോൾ പറയുന്നുണ്ട് എന്താ ഞാൻ എന്താ എൻ്റെ അമ്മ എന്നെ എന്താ സ്കൂളിലൊന്നും വിടത്തില്ല അല്ലേ. സർ ജാൻവി പറഞ്ഞു ഐ ആസ്ക്ഡ് മൈ മദർ വൈ കാണ്ട് ഐ ഗോ ടു സ്കൂൾ ലൈക്ക് ഏട്ടൻ ആൻഡ് മീന ആൻഡ് മദർ ഹാഡ് റിപ്ലൈഡ് യു ആർ ടു സ്മാൾ ബേബി മേ ബി ലേറ്റർ ബട്ട് വെൻ ഷീ വാസ് 5 ലിറ്റിൽ രാമു വാസ് ബോൺ ആൻഡ് മദർ സ്റ്റിൽ സെഡ് മേ ബി നെക്സ്റ്റ് ഇയർ. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയോട് പലതവണ ചോദിച്ചിട്ടുണ്ട് എന്താ ഏട്ടനും മീനയും ഒക്കെ സ്കൂളിൽ പോകുന്നുണ്ട്, എന്നെയും കൂടെ ഒന്ന് വിടുമോന്ന്. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ അമ്മ റിപ്ലൈ ചെയ്ത് എന്താ നീ ചെറിയ കുട്ടിയാണ്, നിന്നെ പിന്നെ വിടാം കേട്ടോ, നീ അവിടെ ഇരിക്കും, നിന്നെ പിന്നെ വിടാം. എന്നിട്ടോ പക്ഷേ അവൾക്കിപ്പോൾ 5 വയസ്സായി, അവൾ സ്കൂളിൽ പോകാറായി. അന്നേരമാണ് എന്താ ബ്രദറായിട്ടുള്ള രാമു അവിടെ ജനിക്കുന്നത്. ആരാ? രാമു വാസ് ബോൺ ആൻഡ് മദർ സ്റ്റിൽ സെയ്ഡ്. ഈ രാമു ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ, ഇനി നിന്നെ അടുത്ത വർഷം സ്കൂളിൽ വിടാം. ഇപ്പം നമ്മുടെ രാമു ജനിച്ചില്ലേ, അപ്പം നമുക്കെന്താ അടുത്ത വർഷം മദർ സ്റ്റിൽ സെഡ് മദർ മേ ബി നെക്സ്റ്റ് ഇയർ ജാൻവി മൈൻഡ് യുവർ ലിറ്റിൽ ബ്രദർ വൈൽ ഐ ഗോ ടു ദ ഫീൽഡ്. നമുക്ക് എന്താ നമ്മുടെ രാമുവിനെ പേര് ഓർത്തോണ്ടാവും നിങ്ങളെ, രാമുവിനെ നോക്കണ്ടായോ, ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ, അപ്പം രാമുവിനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ, ഞാൻ എന്താ ജോലിക്ക് പോകുമ്പോൾ നീ ഒരു കാര്യം ചെയ്യേ, രാമുവിനെ നോക്കി ഇവിടെ ഇരിക്കാനാണ് പറയുന്നത്. ലിറ്റിൽ അപ്പു ഇവിടെ ലിറ്റിൽ അപ്പു ഹൂ വാസ് ദ സ്മാളസ്റ്റ്. ഇവിടുത്തെ ഒരു എന്താ അടുത്തത് ലിറ്റിൽ അപ്പു ആണ്. എന്ന് വെച്ചാൽ ഇളയ കൊച്ചാണ്, അതിലും ചെറിയ കൊച്ചാണ് ലിറ്റിൽ അപ്പു. ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി അപ്പം ലിറ്റിൽ അപ്പു ആണ്. ദേ ഡോണ്ട് വാണ്ട് ടു മീ ഓൺലി ദ സ്റ്റോപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്താ അവർക്ക് എന്നെ വേണ്ട. ഇത് നമ്മുടെ റിവറിനോട് ഈ കുട്ടി വന്നിരുന്ന് പറയുന്നതാണ് ഇതൊക്കെ. അവർക്ക് എന്നെ വേണ്ട അല്ല, അവരെന്നെ സ്കൂളിലും വിടുന്നില്ല, അവരെന്താ പിന്നെ എന്ന് കരഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. അവൾ ആ സംസാരം ഇങ്ങനെ നിർത്തുകയാണ്. എന്ന് വെച്ചാൽ കരഞ്ഞ് ഇങ്ങനെ എന്താ എന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള വിഷമം. ഷീ സ്റ്റോപ്പ്ഡ് വിത്ത് എ സോബ്. കരഞ്ഞ് നമ്മൾ ഈ ഏങ്ങലടിച്ച് കരഞ്ഞ് മിണ്ടാതിരിക്കത്തില്ലേ, ആ ഒരവസ്ഥയിലോട്ട് അവൾ എത്തിയെന്നാണ്. ഐ ആം സ്കെയ്ഡ് ടു ഗോ ടു സ്കൂള്. എനിക്ക് സ്കൂളിൽ പോകാൻ എന്താ ഇപ്പോൾ പേടിയാണ്. എന്താ ആൻഡ് ഐ ആം സോ ഓൾഡിനോ, ഇപ്പോൾ എനിക്ക് ഒത്തിരി പ്രായമായില്ലേ. ദേ വിൽ നെവർ ലെറ്റ് മീ ഗോ ബട്ട് ഐ വാണ്ട് ടു ഗോ. ഐ വാണ്ട് ടു ലേൺ ടു റീഡ് ലൈക്ക് ഏട്ടൻ ആൻഡ് മീന. ജാൻവി കാൾഡ് ഹെർ ബ്രദർ ഏട്ടൻ മീൻസ് എൽഡർ ബ്രദർ ബട്ട് ഹിസ് റിയൽ നെയിം വാസ് ഗോപി. ഐ വാണ്ട് ടു നോ വൈ സ്പൈഡേഴ്സ്. ഇനി നോക്കൂ നിങ്ങളെ, ഇവിടെ ഏട്ടനും മീനയും ഒക്കെ സ്കൂളിൽ പോകുന്നത് പോലെ എനിക്കും പോകണം, എനിക്കും വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കണം. ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂത്ത ചേട്ടൻ, യഥാർത്ഥ പേര് ഗോപി എന്നായിട്ടോ, അതിനാണ് എൽഡർ ബ്രദർ. ഏറ്റവും മൂത്ത ചേട്ടൻ ഉണ്ടല്ലോ, റിയൽ നെയിം ഗോപി എന്നാണ്. ഇനി അവൾക്ക് സ്കൂളിൽ പോയി എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ നിങ്ങളെ നോക്കണേ. ഐ വാണ്ട് ടു നോ വൈ സ്പൈഡേഴ്സ് ആർ യെല്ലോ ഫ്ലവേഴ്സ്, വൈ ബാംബു ട്രീ റസ്റ്റിൽ, വൈ ദ മൂൺ ആൾവേസ് കം ഫ്രം ദ ബിഹൈൻഡ് ദ ഹിൽസ്, നെവർ ദ അതർ വേ, വൈ ദ ബേബി ഫിഷ് ഇൻ ദ ഫീൽഡ്, വാട്ടർ ബിക്കം ഫ്രോഗ്, വൈ. ഇനി അവൾക്ക് സ്കൂളിൽ പോയി എന്തൊക്കെ അറിയണമെന്ന് അവൾ പറയുന്നത് നോക്കിയേ. അവൾ ഈ നദിയോട് പറയുന്ന, അപ്പോൾ ഈ റിവറിനോട് പറയുന്നതാണ് എന്താ നീ എന്തിനാ ഈ സ്കൂളിൽ പോകണം എന്നൊക്കെ പറയുന്നല്ലോ, എന്തുവാ കാര്യം എന്തുവാന്നൊക്കെ നമ്മൾ തിരക്കത്തില്ലേ. അപ്പോൾ പറയുന്നത് എനിക്ക് സ്കൂളിൽ പോയിട്ട് പല കാര്യങ്ങളും അറിയാനുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കിയോ നിങ്ങൾ, അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടും പഠിച്ചു വെച്ചേക്കണം. എന്താ നമ്മുടെ സ്പൈഡർ ഉണ്ടല്ലോ, യെല്ലോ കളർ ഫ്ലവറിൽ ചെന്നിരിക്കുമ്പോൾ അതെന്താ യെല്ലോ കളറായിട്ട് അങ്ങ് മാറുമെന്ന് മനസ്സിലായോ. പിന്നോ ഈ മുളകൾ, ബാമ്പു അല്ലേ, മുളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റടിക്കുമ്പോണ്ടല്ലോ ഒരുമാതിരി കിറുകിറാന്നുള്ള സൗണ്ട് ഉണ്ട്. കൂടുതൽ മുള നിൽക്കുന്ന സ്ഥലത്തുള്ള കുട്ടികൾക്ക് അറിയായിരിക്കും, കാറ്റടിക്കുമ്പോൾ ഗ്രോ എന്നുള്ളൊരു സൗണ്ട് കേൾക്കാം അല്ലേ. ബാമ്പു സൗണ്ട് ഉണ്ടാക്കുന്നത് ഈ മുളയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാറ്റടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നില്ലേ. അതുപോലെ മൂൺ ആൾവേസ് കം ഫ്രം ദ ബിഹൈൻഡ് ദ ഹിൽസ്. ഈ കുന്നിൻ്റെ പിറകിൽ നിന്നും എന്തിനാ ഈ എപ്പോഴും എങ്ങനെ ഈ മൂണ് വരുന്നതെന്ന് എപ്പോൾ നോക്കുമ്പോഴും വലിയ കുന്നിൻ്റെ മുകളിൽ അല്ലെ പിന്നിൽ അല്ലേ, മൂൺ ഹിൽസിൻ്റെ പിറകിൽ നിന്ന് എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. പിന്നോ അതർ വേ വൈ ദ ബേബി ഫിഷ് നോക്കണേ, ബേബി ഫിഷ് എങ്ങനെയാണ് ഫ്രോഗായിട്ട് മാറുന്നത്.
ബേബി ഫിഷ് ഉണ്ടല്ലോ, നമ്മൾ ഈ ടാഡ്പോള് പറയുന്നത്, വാൽമാക്രി ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അത് എങ്ങനെയാണത് ഫ്രോഗായിട്ട് മാറുന്നതെന്നും അവക്കറിയണം. സ്റ്റോപ്പ് സെറ്റ് ദ റിവർ, യു മേക്ക് മീ ബ്രീത്ത്ലെസ്. അയ്യോ മതി നിർത്ത് എന്ന് നമ്മൾ പറയത്തില്ലേ, നിർത്ത്, എനിക്ക് ശ്വാസം വിടാനൊരു ഇച്ചിരി സമയമെങ്കിലും, നീ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ എല്ലാ ചോദ്യവും കൂടെ പറഞ്ഞാൽ എനിക്ക് ശ്വാസം വിടാനുള്ള സമയമെങ്കിലും ഇനി താ എന്ന് പറയത്തില്ലേ. സോ മെനി വൈ നിനക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത് അല്ലേ. എനിക്ക് നീ ചോദിച്ച പല കാര്യങ്ങളും ഉണ്ട് അല്ലേ. പക്ഷേ നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ എനിക്ക് നിന്നോട് ആകെ പറയാൻ പറ്റുന്നത് മൂൺ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് അല്ലേ. മൂൺ പോകുന്നത് എങ്ങോട്ടാണെന്ന് ആകെ എനിക്കറിയത്തുള്ളൂ. ബാക്കി നീ ചോദിച്ച കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. കാരണം റിവറിന് ഇത് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ, മുളയുടെ കാര്യം വല്ലതൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇറ്റ് ഗോസ് ഡൗൺ ടുവേർഡ്സ് ദ സീ, ഐ ഹാവ് സീൻ ഇറ്റ് ആൾവേസ് ടേക്ക് ദ സെയിം വേ ഓവർ ദ മൗണ്ടൻസ് ആൻഡ് ഡൗൺ ടു ദ സീ. എന്ന് വെച്ചാൽ മൂൺ പോകുന്നത് കടലിൻ്റെ അടിയിലോട്ടാണ്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും എന്നെ പോലെ തന്നെയാണ്. അതാണ് കുഞ്ഞുങ്ങളെ ഇവിടെ ലൈക്ക് മീ എന്ന് ഉദ്ദേശിക്കുന്നത്. അതും എന്നെ പോലെ തന്നെയാണ് റിവർ ഒഴുകി സീയുടെ അടിയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ റിവർ ഒഴുകി എങ്ങോട്ടാണ് പോകുന്നത്, സീയുടെ അടിയിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ മൂണും എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്, മൂണും പോകുന്നത് കടലിൻ്റെ അടിയിലോട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറയുന്നതായിട്ടാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ, അത്രയും മനസ്സിലായോ? അതിനകത്തിൽ 2 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. വാട്ട് വാസ് ജാൻവീസ് ഡ്രീം, വാട്ട് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഹെർ വൈ. ജാൻവിയുടെ ഡ്രീം എന്താ കുഞ്ഞുങ്ങളെ, നമ്മൾക്ക് ഇപ്പം ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ജാൻവീസ് ഡ്രീം വാസ് ടു ഗോ ടു സ്കൂൾ ആൻഡ് സ്റ്റഡി. ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു ഹെർ ബിക്കോസ് ഷീ വാണ്ടഡ് ടു ലേൺ അബൌട്ട് തിങ്സ് ആൻഡ് ഷീ വാണ്ടഡ് ടു ഫൈൻഡ് ആൻസേഴ്സ് ടു ഹെർ ക്വസ്റ്റ്യൻസ് അല്ലേ. ഒന്നാമത്തെ പഠിച്ചുകൂടായോ? ഇപ്പോൾ നോക്കുഞ്ഞാൽ ജാൻവിയുടെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവൾക്ക് സ്കൂളിൽ പോയി അല്ലേ, സ്കൂളിൽ പോകണമെന്നും പഠിക്കണമെന്നും ഒക്കെ ആയിരുന്നു അല്ലേ. അവൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മളടുത്ത് ചോദിച്ചായിരുന്നു, ഓരോ അല്ലേ, അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ അവൾക്ക് സ്കൂളിൽ പോകണമായിരുന്നു. കുറേ ചോദ്യങ്ങൾ അവൾ ചോദിച്ചായിരുന്നല്ലോ ഇപ്പം അല്ലേ. മൂൺ എങ്ങനെ അതിൻ്റെ ഇടയിൽ ഹില്ലിൻ്റെ ഇടയിൽ കൂടി വരുന്നത്, നമ്മുടെ മുള എങ്ങനെ അനങ്ങുന്നത്, വാൽമാക്രിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കുറേ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയാണ് അവൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞത് അല്ലേ. ഓക്കെ ആണല്ലോ. ആ 2 വരി എഴുതിയാൽ മതിയേ. ഡു യു തിങ്ക് ദ റിവർ ക്യാൻ ഹെൽപ്പ് ഹെർ ഫുൾഫില്ലിങ് ഹെർ ഡ്രീംസ്. നോക്കൂ, ഞാൻ അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, ഫുൾഫില്ലിങ് ഹെർ ഡ്രീംസ് സാക്ഷാത്കരിക്കാൻ നദി അവളെ സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങളെ ഈ റിവർ അവളെ സഹായിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, റിവർ സഹായിക്കുമെന്നാണ് നമുക്കല്ലേ. ദ റിവർ ഹെൽപ്ഡ് ഹെർ ഇൻ ഫുൾഫില്ലിങ് ഹെർ ഡ്രീംസ് ബിക്കോസ് ദ റിവർ എൻകറേജ്ഡ് ഹെർ ടു ടേക്ക് സ്റ്റെപ്പ് ഫോർ ഹെർ സെൽഫ്, ഗോ ടു സ്കൂൾ ഫസ്റ്റ് ആൻഡ് മേ ബി ദ ടീച്ചേഴ്സ് വുഡ് ലെറ്റ് ഹെർ സ്റ്റേ ദെയർ അല്ലേ. അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നദി അവളെ സഹായിച്ചു. കാരണം എന്ന് വെച്ചാൽ സ്വയം ചുവട് വയ്ക്കാനും ആദ്യം സ്കൂളിൽ പോകാനും ടീച്ചർമാർ അവളെ അവിടെ നിൽക്കാൻ, ചിലപ്പോൾ ടീച്ചർമാരുടെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അവളെ അവിടെ സ്റ്റേ ചെയ്യാൻ ചിലപ്പം സഹായിച്ചേക്കും അല്ലേ. നീ ഒന്ന് ബാക്കിയുണ്ട് കുഞ്ഞുങ്ങളെ ഇതിൻ്റെ കഥ. ആ കഥയ്ക്കകത്ത് പറയുന്നുണ്ട് ചിലപ്പോൾ നിന്നെ ടീച്ചർമാർ സഹായിച്ചേക്കുമോ എന്നുള്ള ബാക്കിയുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് അറിയണേ, നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ, എഴുതിയെടുത്ത് പഠിക്കണേ. അപ്പോൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, നമ്മൾ 1ഉം 2ഉം ക്വസ്റ്റ്യൻ ആൻസർ എഴുതി. ടെസ്റ്റിലെ അടുത്തത് ലെറ്റസ് ഡിസ്കസ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോളം 1 കോളം 2 വൈ ദ മൂൺ ആൾവേസ് കം ഫ്രം ദ ബിഹൈൻഡ് ദ ഹില്ല്, അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്താ, ഇറ്റ് ഗോസ് ഡൗൺ ടു വേർഡ്സ് ദ സീ അല്ലേ. അതെങ്ങോട്ടാണ് പോകുന്നത്, സീയിലോട്ട്. ക്യാൻ ഐ ഡു സംതിങ്, ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ മാച്ച് ചെയ്യാനുള്ള ഇതുപോലെ അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ക്വസ്റ്റ്യനും ആൻസറും എഴുതിയിട്ടിട്ടുണ്ട്, ഇതുപോലെ തന്നെ എഴുതിയെടുക്കണം. അതുപോലെ തന്നെ നോക്കിക്കേ, ലെറ്റസ് തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് എന്നത് യു ഷുഡ് നോട്ട് ഡാഷ് എന്ന് വെച്ചാൽ ടെസ്റ്റിനകത്തിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തിൽ ദ ടോൺ ഓഫ് ദ റിവർ ഇൻ ദ ഗിവൺ എക്സ്ട്രാക്റ്റ് ഈസ് ഡാഷ്, എന്താണ് അഷറിങ് ആണ് കേട്ടോ. ഇതൊക്കെ ഫില്ലപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്, അഷറിങ്. അതുപോലെ തന്നെ സെലക്ട് എ ഫ്രേസ് ഫ്രം ദ എക്സാക്റ്റ് വിച്ച് ഷോസ് ദാറ്റ് ജാൻവി വാസ് എ ഫ്രീക്വൻറ്റ് വിസിറ്റർ ടു ദ സ്പോട്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ്. ആൻഡ് യു റിയലി ഷുഡ് നോട്ട് ബി സ്കെയർഡ് വെൻ യു ഹാവ് ബീൻ കമ്മിങ് ഹിയർ ടു സീ ദ എവറി ഡേ വെൽ ആൾമോസ്റ്റ് എവറി ഡേ. അത് ടെസ്റ്റിനകത്തിലെ ഒരു വരിയാണ് അത് കേട്ടോ. അതുപോലെ യൂസ് ഓഫ് ദ എക്സ്ക്ലമേഷൻസ് മാർക്ക്, അതേപോലെ ഡിസ്ബിലീഫ്, ഇതിൻ്റെ എല്ലാം ആൻസർ കൊടുത്തിട്ടുണ്ട്. ചൂസ് 3 ക്വാളിറ്റീസ് ഓഫ് ദ റിവർ, എന്തൊക്കെയാ, അഫക്ഷണേറ്റ്, തോട്ട്ഫുള്ള്, കൈൻഡ് ഹിയർഡ്, പിന്നെ
കേട്ടോ. മൂന്നെണ്ണം 3 ക്വാളിറ്റി ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. 3 ക്വാളിറ്റി. അക്കോർഡിംഗ് ടു ദ റിവർ ദർ വാസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഗേൾസ് ആൻഡ് ബോയ്സ്. അങ്ങനെ ആണെന്നും പെണ്ണെന്നും ഒന്നും ഡിഫറൻസ് ഇല്ല. ഗേൾസ് സ്വിം ആസ് ഫാസ്റ്റ് ആസ് ബോയ്സ് കേട്ടോ. ക്വസ്റ്റ്യനും ആൻസറും മാത്രമേ എഴുതിയിട്ടുള്ളൂ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓക്കെ ആണല്ലോ അത്രയും. അടുത്തത് ക്വസ്റ്റ്യൻ ആൻസർ ആവും കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. വേണ്ടേ ഞാനിത് വായിക്കണ്ടല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കണ്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, രണ്ടാമത്തേതുണ്ട് കണ്ടോ, മൂന്നാമത്തതുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, എഴുതിയെടുക്കണേ. 3, നാലാമത്തത് 5, ആറാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയില്ല നിങ്ങളെ, ടെസ്റ്റിലുണ്ട് കേട്ടോ. 6, ഏഴാമത്തെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാഠം നമ്മൾ വായിച്ചിട്ട് പാഠത്തിനകത്ത് കുറച്ചേ നമ്മൾ വായിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാനെങ്കിൽ തന്നതാണ്. നിങ്ങൾ പഠിക്കുന്നെങ്കിൽ പഠിച്ച് തുടങ്ങിക്കോട്ടെ. അതിനകത്തുള്ളൊരു 3 മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ 3 മെസ്സേജും നല്ലതുപോലെ എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പാഠത്തിനകത്ത് ഇത്രയും മതി കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ ബാക്കി വേണമെന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ആൻസർ വരെയുള്ള പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി ഞാനങ്ങ് പറഞ്ഞതാണ് സംഭവങ്ങൾ. കാരണം നിങ്ങൾക്ക് ആ കഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു ഇതിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ടെസ്റ്റ് നല്ലപോലെ വായിച്ച് നല്ല രീതിയിൽ സ്കൂളിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ കഥയൊന്നും അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നില്ല കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ.